ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര മിഠായി. പഞ്ചസാര മിഠായി ഇഷ്ടമില്ലാത്തവരായും കഴിക്കാത്തവരായും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പഞ്ചസാര മിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: അരി, ഉഴുന്ന്, ഉപ്പ്, സോഡ പൗഡർ. അപ്പം നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പഞ്ചസാര മിഠായിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനിവിടെ 4 കൂട്ടം കളർ എടുത്തിട്ടുണ്ട്. ഇനി അരി ഉഴുന്ന് നമുക്കൊരു 3-4 മണിക്കൂറത്തേക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടതുണ്ട്. ഇത് നന്നായി കുതിർന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ഓർക്കേണ്ടത്, അതിൽ ഇടവിട്ട് നമ്മൾ ഓരോ സ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അരി ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നും ഇവിടെ നന്നായി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ സോഡ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഡാപ്പൊടിയും ഉപ്പും നമ്മളിവിടെ നന്നായി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കളറുകൾ നമുക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ നമ്മളിവിടെ എല്ലാ കളറുകളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് നമുക്കിവിടെ തയ്യാറാക്കണം. നമ്മുടെ പഞ്ചസാര മിഠായിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ട 1 ഗ്ലാസ് വെള്ളം, ഇതുപോലെ 1 കപ്പ് പഞ്ചസാര ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇവിടെ പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം. ഇതിൻ്റെ ലായനി, ഈ ഷുഗർ സിറപ്പ് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ തേൻമിഠായിയുടെ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പൂണ് കൊണ്ട് വേണമെങ്കിലും നമുക്കിത് കോരി ഒഴിച്ചാൽ ഇത് തയ്യാറാക്കി കിട്ടും. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോവില്ലേ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിൻ്റെ അകമൊക്കെ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ആവേണ്ടതില്ല. കുറച്ച് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര മിഠായിയുടെ ബോൾസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര മിഠായി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോടൊപ്പം നമുക്ക് കാണാം. ബൈ ഫ്രണ്ട്സ്.